ഇന്നപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാതാണ് കേട്ടോ വിചാരിച്ചത്. എന്താ വെച്ചാൽ നാളെ എൻ്റെ ചന്ദ്രകുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഇന്ന് അവിടെ പോയിട്ട് ലൈക് ഡെക്കറേഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അങ്ങോട്ടേ പോവാം. സോ ഒരു ചെറിയ എന്താ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. സോ സൺസ്ക്രീൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. സൺസ്ക്രീൻ കഴിഞ്ഞിട്ട് നമ്മൾ എക്കണോമിക്കൽ ആവാൻ വേണ്ടിയിട്ട് ഉള്ളിലുള്ളത് തോണ്ടിയെടുക്കാണ്. പൈസ മുതലാവില്ല അല്ലെങ്കിൽ സൺസ്ക്രീൻ അല്ലേ, എന്താ വില. കണ്ണെന്ന് എഴുതാനുള്ളൊരു മൂടില്ല. പക്ഷേ പൊട്ട് കാണണം, എന്താണെങ്കിലും പൊട്ട് കാണണം. അപ്പൊ പൊട്ട് ഞാൻ എടുക്കാത്തോണ്ട് ഐലൈനർ വെച്ചിട്ട് പൊട്ട് തുടങ്ങാൻ പൊട്ട് കുത്തടി. ഓക്കെ, ഇനി ലിപ്സ്റ്റിക്കിന് പകരം ഇത് ഭയങ്കര നല്ലതാട്ടോ. മാർസിന്റെ പീച്ചി ഡ്രിപ്പ് എന്ന് പറഞ്ഞാൽ ലിപ് ഡ്രിപ്നെസ്സിൽ ദാറ്റ്സ് ഇറ്റ്. കമ്മലുമാരൊന്നും ഇടാനൊരു മൂടില്ല. വി ഗോട്ട് റെഡി ആൻഡ് നമുക്കിനി പോവാം. അപ്പോൾ നമ്മൾ ബസ്സിലും കയറി ഇവിടെ എത്തിയിട്ടുണ്ട്. ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാണ്ട് കേട്ടോ വീട്ടിലേക്ക്. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്തിയിട്ട് കാണിച്ചിട്ട് നല്ല വെയിൽ നല്ല ചൂടുണ്ട്. ഓട്ടിയാ പെട്ടെന്ന് എത്തി. നോക്കട്ടെ, പല്ല് നോക്കട്ടെ. അപ്പം ലഞ്ച് കഴിക്കാനിരിക്കുക. എന്താ ഫിഷ് ഫ്രൈ, ചീര, എന്തോ പച്ചക്കറി. സന്തോഷഭരിതരായ ചന്ദ്രകുട്ടനാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. അമ്മനെ കണ്ട സന്തോഷം. ചക്കയും ചക്കക്കുരുമായി ഇതാ വെല്ലിച്ചനും ചന്ദ്രു. ചന്ദ്രു എനിക്ക് ഇഷ്ടമില്ല ചക്ക, അല്ല ചക്ക തിന്നുന്ന ചന്ദ്രു. പണിയെടുത്തോണ്ട് നിൽക്കുന്ന വേലക്കാരി ജാനു. തവിട് കൊടുത്ത് വായ സ്വന്തം തവിട് കൊടുത്ത് വാങ്ങിയ ജാനു പണിയെടുപ്പിക്കുന്ന ചന്ദ്രകുട്ടൻ. അതാ എന്റെ കുട്ടീനെ പണിയെടുപ്പിക്കുന്നു അവൾ. നമ്മൾ വന്നിരിക്കുകയാണ് പല പല സാധനങ്ങൾ. ചായക്കുള്ള കടികൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചായ, അങ്ങനെ ഞങ്ങൾ ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് ഡെക്കോർ നോക്കാൻ പോയിട്ടോ. ആദ്യം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണ്. ഒരു ഇൻസ്പോ ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ, മറ്റേ ബലൂണും റിംഗ് എല്ലാം വെച്ചിട്ട്. അതൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോയി. പിന്നെ വീണ്ടും ഞങ്ങൾ ബലൂൺസും പോപ്പേഴ്സും അങ്ങനത്തെ കുറച്ച് സ്റ്റേഷനറി വാങ്ങാൻ വീണ്ടും പോയി. പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ കേക്ക് ഓർഡർ ചെയ്തിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി സെലിബ്രേയിൽ കയറി. പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഐസ്ക്രീം കഴിക്കാൻ കൊതിയിട്ട് ഐസ്ക്രീം കടയിൽ കയറിയിട്ടോ. ഈ കഴിക്കുന്നത് സേവറി ആയിട്ടുള്ള ഐസ്ക്രീം ആട്ടോ, അതായത് ഉപ്പിലിട്ടേൻ്റെ ഐസ്ക്രീം. അതും കഴിച്ച് വേഗം വീട്ടിലേക്ക് പോയി. ഞങ്ങളെ കൈമേലാണല്ലോ സാധനം, അതെല്ലാം കൊടുത്താലല്ലേ പണി തുടങ്ങാൻ പറ്റൂ. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളെല്ലാം കൊടുത്തു, ഫുഡെല്ലാം കഴിച്ച്. അപ്പോഴത്തേക്ക് ഏട്ടന്മാർ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു റിങ് കവർ ചെയ്യാനുള്ള. ഇതെല്ലാം വാടകയ്ക്ക് എടുത്തതാട്ടോ, റിങ്ങും കവറും എല്ലാം. ഇത് സ്റ്റിക്കറാണ്, ചന്തുവിൻ്റെ സ്റ്റിക്കർ. നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്കർ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കാർഡ്. ഗൈസ് അപ്പോൾ കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്തു, നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പണി കൂടി ബാക്കിയുണ്ട്. ഇറ്റ്സ് ഓൾറെഡി 11:30. കൊച്ചിലച്ഛൻ നമ്മൾ ഗിഫ്റ്റ് ഗിഫ്റ്റ് ക്യാമ്പസ് ഉണ്ടാക്കുന്നു. ഈ ഇരുന്ന് പാക്ക് ചെയ്യുന്നതൊക്കെ ഓൾമോസ്റ്റ് ഒരു 1 o'clock എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ ഇറ്റ് വാസ് വെരി ഫൺ. ടൈം പോയതേ അറിഞ്ഞില്ല. എന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കഥയും കളിയും ചിരിച്ചും. പക്ഷേ ഈ കസിൻസ് എല്ലാവരും കൂടി വന്നപ്പോൾ എല്ലാവരും ഇല്ല, ബട്ട് സ്റ്റിൽ ഉള്ളവരൊക്കെ വെച്ചിട്ട് ഭയങ്കര ഫണ്ണായിരുന്നു. ഭയങ്കര മെമ്മറി ആക്കി മാറ്റി ഈ ഡേ എന്ന് പറയുന്നത്. ചെക്കൻ ഇനി വലുതായി വരുമ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇറ്റ് വാസ് ഹിസ് ഫസ്റ്റ് ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കാണാനുള്ളൊരു വീഡിയോ ഉണ്ടാക്കാനായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. അങ്ങനെ പ്രസനങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങാൻ പോയിട്ടോ. ബർത്ത്ഡേ വീഡിയോ അടുത്ത വ്ളോഗായിട്ട് ഇടാം. സോ സ്റ്റേ ട്യൂൺഡ്.